ചെറിയൊരു പേടിയുണ്ടോ? അങ്ങനത്തെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ആ പഴയ പ്രസന്നതയൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. എടാ തുടക്ക കാലഘട്ടത്തിൽ 1-2 മനുഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ ആരംഭിച്ചെടുത്താണോ? ആരംഭിച്ച കാലഘട്ടത്തിലെ കഥ പറയുന്നതാണ്. ഇപ്പം ഈ ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ആ കാലഘട്ടത്തിൽ ആകെ ഉണ്ടായിരുന്ന 2-3 പേര് നമ്മളൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് മുതലേ കേട്ടു തുടങ്ങി. ഇന്നിപ്പോ എല്ലാവർക്കും ഒരേപോലത്തെ ട്രീറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടി എന്ന് പറയുന്ന സാധനത്തിനോടൊന്നും ഒരു ഇതൊന്നുമില്ല. പേടിയൊന്നുമില്ല. ചെറിയ വിറവലുണ്ടല്ലോ? ഇല്ലടാ, ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞങ്ങളുടെ ഹോട്ട് സീറ്റ് വന്ന് കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ബെസ്റ്റ് അല്ലായിരുന്നു അത്. അയാളൊരു പാവപ്പെട്ട ആങ്കർ ആയതുകൊണ്ടൊന്നും മിണ്ടിയില്ല. ഇല്ല, അവൻ നല്ല ചെറുക്കനാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റോഹന്റെ ഇന്റർവ്യൂ. അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് തെറ്റല്ലേ? അങ്ങനെയൊന്നും സാമൂഹ്യ പ്രവർത്തകയാന്നല്ലേ? ഞാൻ ചോദിച്ചു അവന്റെ അടുത്ത്, ഞാനൊരു ഉമ്മ വെച്ചോട്ടേടാന്ന്. ഓ എന്ന് പറഞ്ഞിട്ടാ ഞാൻ പച്ചത്തറി വിളിച്ചിട്ട് ഉമ്മ വയ്ക്കുന്നത് ശരിയാണ്? നല്ലതല്ലേ അത്? ഈ റിയാക്ഷൻസ് നമുക്ക് എപ്പോഴും ഒപ്പോണന്റ് ആയിരിക്കുന്ന മനുഷ്യർ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന മനുഷ്യർ നമുക്ക് എന്ത് സാധനം തരുമോ അപ്പം നമ്മുടെ ഇമോഷനിൽ ഉണ്ടാകുന്ന ട്രീറ്റാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ തെറി വിളിച്ചിട്ട് ഉമ്മ കൊടുത്തതല്ലേ എന്ന് ചോദിക്കുന്നതിൽ തെറ്റുണ്ട് ശാരിക. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തതിന് ശേഷം അവിടെ വന്ന ഓരോ ഇമോഷൻസ് ആണ് വർക്ക് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. താങ്കളൊരു സാമൂഹിക, അതൊരു കൺസെന്റ് ആണ് കേട്ടോ. അത് ആളുകൾ വിചാരിക്കും ഇനിയിപ്പം തോന്നിവാസം കാണിച്ചപ്പം ശാരിക അത് ആ ഒരു പ്രസന്റ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങ് പോവും. ആളുകൾ വിചാരിക്കും, ഓ ഞാൻ അവനെ കയറി അങ്ങ് ആക്രമിച്ചു, ഒരു സ്ത്രീ കയറി അവനെ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം വരരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നത് പറഞ്ഞു. താങ്കളൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നല്ലേ സ്വയം അവകാശപ്പെടുന്നത്? അല്ല, അവകാശപ്പെടുന്നതല്ല. ഞാൻ കുറേ അധികം വിളിക്കുന്നതാണോ സാമൂഹ്യ പ്രവർത്തനം? ഇല്ല, തെറിയൊക്കെ വിളിക്കേണ്ട ആളുകളെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ അല്ലാത്ത ആളുകളെ ഒന്നും ഞാൻ തെറി വിളിക്കാറില്ല. ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ എത്രയോ മനുഷ്യർ ജീവിക്കുന്നു. ഇങ്ങനെ പോകെ വായിൽ രാവിലെ എണീറ്റിട്ട് ഈ രാമനാമം പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ തെറി വിളിച്ചാണോ നടക്കുന്നത്? ഒരിക്കലും അല്ല. അത് സിറ്റുവേഷനിൽ അത് ആർക്കാണോ വേണ്ടത്, ആരാണോ ചോദിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കലും അതൊരു ആൾക്കാരോട് സാമൂഹ്യ പ്രവർത്തകർ എന്താണ് സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരാളല്ലേ? പക്ഷെ പകരം തെറി വിളിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് പ്രതികരണം പല രീതിയിലാവാം. പക്ഷെ നോർമൽ ആൾക്കാർ പ്രതികരിക്കുന്നത് പോലെ അല്ലല്ലോ ഒരു സാമൂഹ്യ പ്രവർത്തക സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മളല്ലേടാ എല്ലാത്തിനും ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചേക്കുന്നത്. രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ആയിരിക്കണം, സിനിമാക്കാരൻ ഇങ്ങനെ ആയിരിക്കണം, സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആണിങ്ങനെ ആയിരിക്കണം, പെണ്ണിങ്ങനെ ആയിരിക്കണം, ട്രാൻസ് ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ എല്ലാ ജെൻഡർ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ മനുഷ്യരായിക്കോട്ടെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതായിരിക്കണം എന്നുള്ളത്. ഞാൻ സെൽഫ് ഡിഫെൻസോടെ ജീവിച്ച് വളർന്നൊരു പെണ്ണാണ്. വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് തടുത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ തെറിയായിട്ടും ഡിഫെൻസായിട്ടും ഒക്കെ ഞാൻ തടുക്കാറുണ്ട്. അത് എൻ്റെ പ്രൊട്ടക്ഷനാണ്. സോ അതിന് ഇനിയിപ്പം ഇതാണോ സാമൂഹ്യ പ്രവർത്തനം, ഇതാണോ സാമൂഹ്യ പ്രവർത്തനം വെച്ചാൽ അതല്ല സാമൂഹ്യ പ്രവർത്തനം. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വേറെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിൽ ഞാൻ എന്ത് പണിയെടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഇരിക്കുന്നത്. അത് എൻ്റെ ജോബ് വേറെയും ഈ പ്രവർത്തനങ്ങൾ വേറെയാണ്. അപ്പോൾ പണ്ട് മുതലേ മൈനോറിറ്റി മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്തരം ആളുകളെ സഹായിക്കുക, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക, കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് ഈ പോയി കഴിഞ്ഞ ചരിത്രങ്ങളിൽ പറയാനുണ്ടാവുമായിരിക്കും. കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ബോധ്യമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഡിഫെൻസ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത്. എൻ്റെ ചുറ്റിലും മനുഷ്യരുണ്ടാവൂല എന്നെ ആക്രമിക്കുന്ന സമയത്ത്. സോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എനിക്ക് തെറി വിളിക്കേണ്ടി വരും. ഞാൻ വിളിക്കും, ഇനിയും വിളിക്കും. പക്ഷെ ഇപ്പൊ പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത്. ഓക്കെ, താങ്കൾ ഇപ്പൊ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ അത് കണ്ട് കരഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ഫാമിലി പറഞ്ഞ അവരുടെ മകൾ ദിയാസനെ പോലെ തെറി വിളിക്കുന്നു, അതൊരു തെറ്റായ സന്ദേശമല്ലേ? ഇല്ല, ഞാൻ ആ കുട്ടിയെ കൊണ്ടുപോയി ശരിയാക്കും. അങ്ങനെ ഒരു കഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആ കുട്ടിയെ ശരിയാക്കും. വിളിക്കരുതെന്ന്. നമ്മൾ മുമ്പും സമരചരിത്രങ്ങളിലൂടെ പോയിട്ടുണ്ട്. പലപ്പോഴും ഒരു ട്രിവാൻഡ്രത്ത് ഒരു കേസ് വന്ന സമയത്തും നമ്മൾ അടിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഞങ്ങൾ വന്ന ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞത് ഒരിക്കലും നിങ്ങളിത് ചെയ്യരുത്. കാരണം ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഇത് ഡിഫൻസാണ്. ഞാൻ പറഞ്ഞു എനിക്ക് നേരെ തെറി വിളിക്കണമെന്നുണ്ട്, അതിനെന്തെല്ലാം ഇല്ല എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളത്. എനിക്ക് എന്താണോ അപ്പൊ വരുന്നത് സാമൂഹികമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുടെ മുഖത്ത് നിന്ന് വരുന്ന ഒരു വർത്തമാനമല്ല ഇത്. ആക്ച്വലി നിങ്ങൾക്ക് ക്ഷമ തീരെയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു അഡമൻസിയാണ്. ആയിരിക്കും ക്ഷമയൊക്കെ കുറച്ചൊക്കെ കുറവുള്ള ആള് തന്നെയാണ്. കാരണം എനിക്ക് ഈ പറഞ്ഞ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളെയൊന്നും എടുത്ത് പേഷ്യൻസോടെ കാത്തിരുന്ന് അതിനൊരു റെസ്പോണ്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. പിന്നെ പൊതുവെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യണം, തെറി വിളിക്കും എന്ന് പറയുന്ന പോർഷൻ കട്ട് ചെയ്തോളാണ് കേട്ടോ. കാരണം ഒരിക്കലും നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മള് ചാനൽ
നിലയിൽ ഒരു ഹലോ, ഓൺലൈൻ അതിന്റെ മീഡിയ ആവശ്യമൊന്നുമില്ല. ഒരു ഓൺലൈൻ മീഡിയ എന്ന നിലയിൽ നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് വളരെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആണ് കൃത്യമായി ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് ജനങ്ങൾ ഉന്നമനത്തിന് വേണ്ടി ചെയ്ത 5 പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞേ? അങ്ങനെയാണ്. നിങ്ങളാണോ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കുന്നത്? പിന്നല്ലാതെ ഞങ്ങൾ ജനങ്ങളുടെ ആൾക്കാരല്ലേ, ജനങ്ങളുടെ പ്രതിനിധിയാണെന്ന് പറയുന്നത്. എന്റെ പ്രവർത്തനങ്ങൾ എന്തെന്ന് അന്വേഷിക്കാൻ ഏത് ജനങ്ങൾക്കാണ് റൈറ്റ് ഉള്ളത്? നിങ്ങൾ തെറി വിളിക്കാൻ പറ്റും ഷോയിലിരുന്ന് ഞാൻ പറഞ്ഞത് തെറി വിളിക്കുന്നത് എന്റെ ഡിഫൻസിന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. ഡിഫൻസിന് വേണ്ടി തെറി വിളിക്കാമോ? കേൾക്കുകയല്ലേ നിങ്ങൾ ഒരു ഓൺലൈൻ മീഡിയ, നിങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു ഞാൻ ഓൺലൈൻ മീഡിയയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഞാൻ ലൈവിൽ ഇരുന്ന് വിളിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ലോകം മുഴുവൻ കാണുവാണ്. നിങ്ങൾ നേരിട്ട് വിളിച്ച 10 പേരെ കേൾക്കത്തുള്ളൂ. പക്ഷെ ഓൺലൈൻ മീഡിയയിൽ നിന്ന് വിളിച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കേൾക്കും. അപ്പൊ അതൊരു മാതൃകയാണ്. പൊതുവിടത്തിൽ ഇരുന്നുള്ള പ്രസന്റേഷൻ നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പൊതുവിടത്തിൽ ഡിഫൻസിന് വേണ്ടി തെറി വിളിക്കാൻ പറ്റത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചേ പറ്റൂ. ഡിഫൻസിന് വേണ്ടി ഞാൻ തെറി വിളിക്കും. ഇത് കട്ട് ചെയ്ത് ഇത് നടക്കത്തില്ല. ഇത് മാന്യതയില്ലാത്ത ഒരു പരിപാടിയാണിത്. നമുക്കിത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നീ എന്തിനാ പേഷ്യൻസ് ഇല്ലാതെ ഇതാക്കണം? നീ അവിടെ ഇരിയാതെ. പേഷ്യൻസ് ഇല്ലാതെ വരും. കാരണം നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വർത്താനം എന്താണ്? ചീഞ്ഞ വർത്താനങ്ങളാണല്ലോ വരുന്നത്. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വേറെ പ്രവർത്തനങ്ങൾ. സാമൂഹ്യ പ്രവർത്തനം നന്മ നിറഞ്ഞ പ്രവർത്തനമായിരിക്കണം. തെറി വിളിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനം. അതുകൊണ്ട് കുട്ടികൾ അനുകരിക്കുന്നതാണ് അവിടെ പാരന്റ്സ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിളിക്കുന്ന തെറി വിളി സാമൂഹ്യ പ്രവർത്തനം എന്നാണ്. അല്ല, ഞാൻ സെൽഫ് ഡിഫൻസിന്റെ രാഷ്ട്രീയം പറയാം. അതായത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്റെ അടുത്തേക്ക് വരുന്നത് എന്ത് അറ്റാക്ക് ആണോ ഞാൻ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. നിങ്ങൾ അങ്ങനല്ലല്ലോ സാധാരണ എന്ന് പറയുന്നത്. എന്തിനും ഏതിനും ഒരു ചീത്ത പറച്ചിലാണല്ലോ നിങ്ങൾ. അല്ല, ഒരിക്കലും അല്ല. അതൊക്കെ ശാരീരിക വെറുതെ ക്രിയേറ്റ് ചെയ്യല്ലേ. അങ്ങനെ നമ്മൾ ഒരുപാട് പണികൾ ചെയ്തിട്ടുള്ള മനുഷ്യരല്ലേ. ഇന്ന് നിങ്ങളുടെ കൂടെ വന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ വന്നിട്ട് ഇരിക്കുന്നത്. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. കൈൻഡ് ഓഫ് അട്രാക്ഷൻ പൊതുവിടത്തിലുള്ള ആളുകൾ എന്തായിരിക്കോ വിലയിരുത്തുന്നത് നമ്മളെ പറ്റിയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടായിട്ട് ഇരിക്കുന്നത്. ഇത് ഞാൻ ശാരികയോട് പറയുന്നത് എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ അതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. കാരണം എന്റെ നാട്ടിൽ നിയമങ്ങളില്ലേ, കോടതിയില്ലേ, പോലീസ് സ്റ്റേഷനില്ലേ? ശാരിക ഒന്ന് നോക്കണം. ഞാൻ ഒരു 500 പുറത്ത് കേസുകൾ കൊടുത്തിട്ടുള്ള ഒരാൾ. അത്രയ്ക്ക് വില്ലത്തിയാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. ഞങ്ങൾക്ക് എതിരെ വന്ന അതായത് ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ അതിന്റെ അടിയിൽ വരുന്ന വൃത്തികെട്ട കമന്റുകൾ, എന്റെ മകനെ ചേർത്തിട്ടുള്ള കമന്റുകൾ, എന്റെ കുടുംബമായിട്ട് അട്രാക്ട് ചെയ്ത് മീൻസ് കണക്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ, ഇതിനൊക്കെ എതിരെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരിക്കലും തെറിയല്ല. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഫേമസ് ആക്ട്രസ് ഹണി റോസ് അവർ ഡിഫമേഷൻ കേസ് കൊടുത്തില്ല, അവർ തെറി വിളിക്കാൻ പോയില്ലല്ലോ, ജയിലിൽ കിടന്നില്ലേ? അതൊക്കെ ചെയ്യാനുള്ള ധൈര്യം കാണിക്കൂ. ഈ ഡിഫമേഷൻ കേസിന് എത്രത്തോളം ആയുസുണ്ടെന്നും എത്രത്തോളം അടിസ്ഥാനം നമ്മൾ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. 2 വള്ളത്തിലാണ് ചവിട്ടി. അല്ലല്ല, പക്ഷെ കൃത്യമായിട്ടുള്ള നിയമം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിയമവ്യവസ്ഥ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റൈറ്റ്സിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഒരിക്കലും അത്തരം വിശ്വാസങ്ങളൊന്നും എതിർത്തിട്ടൊന്നുമല്ല ഈ സമൂഹത്തിൽ. അപ്പൊ ദിയ ചെയ്യേണ്ട ഒരു കാര്യം, പ്രൊവോക്കേഷൻ വരുമ്പോൾ ഈ തെറി വിളിക്കുന്നത് നിർത്തുക. ഇല്ല, അതിന്റെ ആവശ്യം നിയമത്തിന്റെ വാദം അല്ല. അത് എന്റെ നേർക്ക് വരുന്ന സാധനം അപ്പൊ എന്താണോ ഡിഫൻസ്. നമ്മുടെ നേരിട്ട് വരുന്ന പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് എല്ലാവർക്കും നമുക്കൊരു ഡിഫൻസും കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴാണ് പ്രൊവോക്കിംഗ് ആകും, നമ്മുടെ നേരെ ഒരാൾ ആക്രമിക്കാൻ വരികയോ നമ്മളെ പ്രൊവോക്ക് ചെയ്യുകയോ നമ്മളെ അബ്യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആയുധങ്ങളെല്ലാം പുറത്തെടുക്കുന്നത്. അത് നാക്ക് കൊണ്ടോ കൈ കൊണ്ടോ വാട്ടവർ നമ്മുടെ കയ്യിൽ എന്താണോ. പക്ഷെ അതിന് ഒരു മാന്യമായ വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് അടുത്ത് കിടക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ തുറന്നടിച്ച് പറയണം ഇന്ത്യൻ ന്യായ സംഹിതയിൽ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള നിയമം. നമ്മുടെ ഹണി റോസിന് നീതി കിട്ടിയില്ലേ? എങ്ങനെയാണ് നീതി കിട്ടിയത്? അവർക്ക് ഡിഫമേഷൻ കിട്ടി, അവരെ അപമാനിച്ച ഈ പറയുന്ന പോലെ താങ്കൾ പറഞ്ഞു താങ്കൾക്കെതിരെ വരുന്ന അപഖ്യാതികൾക്കെതിരെയാണ് താങ്കൾ പ്രതികരിച്ച് അവർക്കെതിരെ വന്ന അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ഹണി റോസ്. പോരാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. പോരാടണമല്ലോ. ഏത് കാലഘട്ടം വരെ? എല്ലാ കാലഘട്ടത്തിലും പോരാടില്ലേ. നമുക്ക് അങ്ങനെ പലരും ചാകുന്നവരെ പോരാടിക്കൊണ്ടിരുന്നോണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്ത് അസംബന്ധമാണ്. അതെ, ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ ഇനിയും ഫേസ് ചെയ്ത് ഉള്ള കാലം മുഴുവനും മനുഷ്യൻ ജീവിതത്തിൽ ത്യാഗം ചെയ്ത് മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ ഓജസ്സും ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പോലും ത്യാഗത്തിന്റെ ഒരു ഫലമാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 10 ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവത്യാഗം ചെയ്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ സംസാരിക്കരുത്. ഹണി റോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഹണി റോസ് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹണി റോസിന്റെ ജേർണി എന്ന് പറയുന്നത് അവർക്ക് നീതി കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും അവരെ തെറി വിളിക്കുന്നത് ഇപ്പൊ കുറെ അധികം ആരും തന്നെ തെറി വിളിക്കുന്നത്. എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത്? പൂവാലൻ എന്ന് പറയുന്ന ഒരു പേജിൽ ഞാൻ ഹണിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. പൂവാലൻ എന്ന് പറയുന്ന പേജിൽ അവരുടെ ഫേസ് മാത്രം, ബാക്കി ബോഡി മൊത്തം വെച്ചേക്കുന്നത് മറ്റേ മോർഫിങ്. എങ്ങനെയാണ് അവിടെ കുറഞ്ഞു എന്ന് പറയുന്നത്? ഒരിക്കലുമില്ല. ഇവിടുത്തെ സെക്ഷുവൽ മറ്റേ കഴപ്പെന്ന് പറയുന്ന സാധനം ഒന്നും ഇവിടുന്ന് മാറാനും പോകുന്നില്ല. എന്തോ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ സംസാരത്തിലൊക്കെ ആകെ ഒരു ധാർഷ്ട്യമാണ്. ആണല്ലോ. അത് നീ ഇപ്പൊ എന്റെ അടുത്ത് എന്താ ശാരിക ചോദിച്ചത്?
എനിക്ക് ഞാൻ എന്താ ദിവ്യയോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ സമീപിക്കും. തെറിവിളി നിർത്താനേ ഞാൻ പറഞ്ഞുള്ളൂ. തെറിവിളി നിർത്തുക. ഉറപ്പായിട്ടും നീ എന്നെ പഠിപ്പിച്ച് തെറിവിളി ഇപ്പൊ ഇവിടെ നിർത്തിയതും വേണ്ട, അത് നിർത്താനൊന്നും ഇപ്പൊ ഉദ്ദേശവും ഇല്ല. എനിക്ക് നേരെ എന്തരാണോ വരുന്നത് ആ സാധനത്തിന് ഞാൻ ഡിഫൻസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് കാരണം എനിക്ക് എൻ്റെ ശരീരവും എൻ്റെ ലൈഫും ഒക്കെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. കുടുംബം ഒക്കെ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി. എൻ്റെ ചുറ്റിലും കുറെ ബൗൺസേഴ്സിനെ വെച്ചിട്ട് രാവിലെ ഞാൻ മറ്റേ ലക്ഷറി ലൈഫിലെ കാറിൽ ഇങ്ങനെ ഫുൾ സെക്യൂരിറ്റിയോടെ കൂടി പോവുകയും വരെയും ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ സെൽഫായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ജെൻഡർ അടിസ്ഥാനത്തില് ഒക്കെ എന്താ അടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. സ്വാഭാവികമായിട്ടും എനിക്ക് നേരെ വരുന്ന സാധനം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു വിഷയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ സ്ഥലത്ത്, അതായത് ഈ സൈബർ എടുത്ത ബുള്ളിങ്ങിനെതിരെ ഒരു വലിയ ഒരു കേസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ 69 ഒക്കെ ഉണ്ട് ഇതിനകത്ത്, 67 ഒക്കെ ഉണ്ടെങ്കിലും അതൊരു എന്താ IT ആക്ട് പ്രകാരമുള്ള കേസിൽ അവിടെ അങ്ങ് നിൽക്കുകയാണ്. അത് സ്റ്റേഷൻ ജാമ്യം വരെ എടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ സാധനം. ഇത് ഇല്ലാത്ത അടിസ്ഥാനത്തിലാണ് നമുക്ക് കയറി ആക്രമിക്കുന്ന സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇപ്പോഴും ഇന്നും അത് കേസായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊന്നും വലിയ അന്തസ്സായിട്ട് പറയുന്നതല്ല. സെൽഫായിട്ട് എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് പച്ച അപരാധം പറയാ, അതായത് സെക്ഷുവലി ഹറാസ് ചെയ്യുക, ബോഡി ഷേമിംഗ് അപരാധം പറയാറില്ലേ? അല്ല, അത് ചെയ്തത് കൊണ്ടിട്ട് ഡിഫൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞൊരു പോസ്റ്റിനെ കുറിച്ച് അത് പറയുന്നത് സത്യത്തിൽ എനിക്ക് അറപ്പുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല. അതായത് 10 പേരെ എന്നെ ചെയ്തിട്ടല്ല, പകരം ഞാൻ അവരെ 10 പേരെ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത് എന്നല്ലെങ്കിൽ ഇങ്ങനെ വന്നതെന്ന രീതിയിൽ നിങ്ങളൊരു പോസ്റ്റ് ചെയ്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്യാത്ത നിങ്ങൾക്ക് അറിയാം എന്താ നിങ്ങൾ പറഞ്ഞതെന്ന്. അതെടാ എനിക്ക് മനസ്സിലായിട്ടില്ല. 10 പേരെ അതൊന്ന് കട്ട് ചെയ്യേണ്ടി വരും. കാരണം 10 പേരെ ഒന്നും ചെയ്യണ്ട, നീ അങ്ങനെയൊക്കെ ഇപ്പിട്ട് ഉണ്ടാക്കണ്ട. നീ പറ, ഏതോ 10 പേരെ എന്തോ ചെയ്ത് സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയല്ല ഞാൻ എന്തോ ചെയ്ത ഉള്ള ആളുകളാണ് സെലിബ്രിറ്റികളായത്. താങ്കൾ തന്നെ പറയണേ, എനിക്കത് പറയാൻ ഇച്ചിരി ആ സിനിമ ഇല്ലേ, ഒരു KGF, ആ സിനിമയ്ക്കകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നതിന് എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. പിന്നെ ഈ പൊതുവെ ഞാൻ ഈ നാട്ടുകാരെല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ എന്നെ ഒരുമിച്ചിട്ട് ഇതാക്കും. അതുകൊണ്ടിട്ട് ശരിയാവില്ല. അത് ഈ ചെറിയ കുറച്ച് പയ്യന്മാരൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവന്മാരൊക്കെ ഭയങ്കര ഘോരം അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആളാവാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിക്കും. എന്തെന്ന് ഞാൻ അവളെ കൊണ്ടുപോയടാ, അത് ചെയ്തടാ, ഇത് ചെയ്യടാ, മറ്റേ ചെയ്തടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും. പൊതുവെ സാധാരണ പെൺപിള്ളേർ അത് പറയാറില്ലല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ആശ്വാസത്തിനും എൻ്റെ സമാധാനത്തിനും എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും എനിക്കൊരാളിനോടൊരു അപ്രോച്ച് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുകയും അത് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൺവിൻസിംഗിൽ ഈ വിഷയങ്ങളൊക്കെ ഒരു കൂസലില്ല. നീയാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഞാനത് കംപ്ലീറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഓൾറെഡി നമ്മൾ ഇവിടെ ജാമ്യം എടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാൻ ജാള്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെയും അതിനെ കണക്ട് ചെയ്തിട്ട് പിന്നെയും ഇങ്ങനെയുള്ള വൃത്തികെട്ട വർത്താനങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്.